തലക്കൽ ബാക്കിൽ സൈഡ് സീറ്റിൽ ഒരാൾ തല താഴ്ന്നു പോയിട്ട് ഉറങ്ങിയിട്ട് തല താഴ്ന്ന അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടക്ടർ ഇങ്ങനെ പോയിട്ട് അദ്ദേഹത്തെ പോയിട്ട് ഇങ്ങനെ തട്ടി ഉണർത്തി. അയാൾ എണീക്കുന്നില്ല, കുറേ കഴിഞ്ഞിട്ടാണ് എണീറ്റ്. അപ്പോൾ എണീറ്റിട്ട് ടിക്കറ്റ് എവിടെയും. അപ്പോൾ അയാൾ പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധ അയാളിലേക്കായി. ഒരാളുടെ അനുഭവം പറയുന്നുണ്ട്. യാത്ര പോവുകയാണ്, KSRTC ബസ്സാണല്ലോ. ശുക്കൂർ മാഷിന് എങ്ങനെയാണ്, ഈ KSRTC ബസ്സാണോ യാത്ര അതോ പ്രൈവറ്റ് ബസ്സാണോ യാത്ര ചെയ്യാൻ ഇഷ്ടം? KSRTC തന്നെയാണ്. അപ്പോൾ KSRTCയിൽ പോകുന്ന സമയത്ത് കുറേ കഴിഞ്ഞ ശേഷം കണ്ടക്ടർ ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എണ്ണിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അദ്ദേഹം ഓരോരുത്തരെയും. ചില ആളുകൾ ഇങ്ങനെ പാതി മയക്കത്തിലാണ്, ചില ആൾക്കാരിങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഓരോരുത്തരും എണ്ണി 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 ഇങ്ങനെ വന്നിട്ട് കണ്ടക്ടർ വീണ്ടും സംശയത്തിൽ വീണ്ടും മാറി മാറി എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ടിക്കറ്റ് എടുത്തോ എല്ലായിടത്തും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ടിക്കറ്റ്. അപ്പോൾ ഓക്കെ, ടിക്കറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാം കഴിഞ്ഞു. അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ അപ്പോൾ ഒരാൾ മിസ്സിങ് ഉണ്ടല്ലോ, ഒരാൾ എടുക്കാത്തുണ്ടല്ലോ എന്നുള്ള ഇതിലിങ്ങനെ നോക്കുമ്പോൾ അങ്ങ് തലക്കൽ ബാക്കിൽ സൈഡ് സീറ്റിൽ ഒരാൾ തല താഴ്ന്നു പോയിട്ട് ഉറങ്ങിയിട്ട് തല താഴ്ന്ന അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടക്ടർ ഇങ്ങനെ പോയിട്ട് അദ്ദേഹത്തെ പോയിട്ട് ഇങ്ങനെ തട്ടി ഉണർത്തി. അയാൾ എണീക്കുന്നില്ല, കുറേ കഴിഞ്ഞിട്ടാണ് എണീറ്റ്. അപ്പോൾ എണീറ്റിട്ട് ടിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധ അയാളിലേക്കായി. അപ്പോൾ അയാൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ ആളുകൾ അയാൾക്ക് നല്ല പണി കിട്ടും, നല്ല ചീത്ത കിട്ടും. അയാളങ്ങനെ ഉള്ള ആമർശത്തോടു കൂടി പിന്നെ അദ്ദേഹത്തോട് എന്ത് പറയാതിരിക്കില്ല എന്നുള്ള കൗതുകത്തിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ടിക്കറ്റ് എടുക്കാതെ വന്ന് കയറിയിരിക്കുകയാണ്, എന്നിട്ട് കിടന്ന് ഉറങ്ങുക എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അയാൾ എണീറ്റ് ഇങ്ങനെ നിന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ടില്ല, മറന്നുപോയി. അതിലാകെ ബേജാറാവുന്നുണ്ട്, പല വഴിക്കും പണം തപ്പുന്നുണ്ട്. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, സാരല്ല, പതിയെ തന്നാൽ മതി, എനിക്ക് ആ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ തന്നാൽ മതി, നോക്കി ബാഗിലൂടെ ഉള്ളത് പതിയെ എടുത്ത് തന്നാൽ മതി, സാരല്ല കേട്ടോ എന്നിട്ട് തട്ടിയിട്ട് അയാൾ പോയി. അപ്പോഴെല്ലാവരും അതുവരെ പ്രതീക്ഷിച്ച കാര്യങ്ങൾക്ക് നേരെ വിരുദ്ധമായൊരു സംഗതി സംഭവിച്ചു. അപ്പോൾ ആ അനുഭവം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ, ഇത്രയ്ക്കുള്ളൂ നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും ഒരു സാരല്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന കിട്ടാവുന്നൊരു സമാധാനം, സന്തോഷമുണ്ട് പലർക്കും. അങ്ങനൊരു സാരമില്ല എന്ന് പറയാൻ പലപ്പോഴും കഴിയാത്തത് കൊണ്ട് ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ട് പ്രതികരിച്ച് കുറേ സീനുണ്ടാക്കി. ചിലപ്പം ചോദിക്കാനുള്ള അവകാശം ഒരാൾക്കുണ്ടാവാം. ടിക്കറ്റ് എടുക്കാതെ ഇതുവരെ ഞാൻ എത്ര പ്രയാസപ്പെട്ടു, ആ തല മുതൽ ഇതുവരെ ഓരോരുത്തർ എണ്ണിയേണ്ടി വന്ന്, നിങ്ങൾ കിടന്നുറങ്ങുക, ടിക്കറ്റ് ആദ്യം നിന്നാൽ പോരെ എന്നൊരു ചോദ്യം അയാൾക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും. പക്ഷേ അയാൾ വളരെ മാനുഷികമായിട്ട് ഉറങ്ങിപ്പോയതല്ലേ, സാരല്ല, ടിക്കറ്റ് പതിയെ തന്നാൽ മതി, നോക്കിയിട്ട് എടുത്താൽ മതി. ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ ബസ്സിലെ കണ്ടക്ടർക്ക് ആ യാത്രയെ തന്നെ ബസ്സിലുള്ള ഒരാൾക്ക് ഏറ്റവും മനോഹരമാക്കി കൊടുക്കാനും പറ്റും, ഏറ്റവും പ്രയാസമുള്ളതാക്കി കൊടുക്കാനും പറ്റും. തീർച്ചയായിട്ടും. പക്ഷെ ഒരു പുഞ്ചിരി അടുത്ത ആളെന്താ, ഒന്ന് മുന്നിട്ട് നോക്കിട്ടോ സാറേ, അങ്ങനെ പറയുമ്പോൾ വെച്ചാൽ നമുക്ക് നിൽക്കുകയാണെങ്കിലും ബസ്സിൽ അതുവരെ നിന്നാലും അങ്ങ് എത്തോളം നിന്നാലും കുഴപ്പമില്ല, അയാളങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ആ ചിരിയോടുകൂടി വർത്താനം, മറിച്ച് ഇങ്ങനെ എന്തായാലും പറയാ ചില ആൾക്കാരുടെ അല്ലേ സംസാരത്തിൻ്റെ ഇങ്ങോട്ട് മാറി എന്താ ഇവിടെ ഭയങ്കരമായിട്ട് അമർഷത്തോടു കൂടി എപ്പോഴും ഇങ്ങനെ ഈർഷ്യതയോടുകൂടി സംസാരിക്കുക. ഇത് പലപ്പോഴും നമ്മളെ വീട്ടിനകത്ത് പോലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഉമ്മയായിട്ട് ഉപ്പയായിട്ട് നമ്മൾ അങ്ങോട്ട് മാറുന്ന ഇവിടെ തൊള്ളിയും കാട്ടിക്കണം, ഇങ്ങോട്ട് പോ ഇതൊക്കെ പറയുന്നതിന് പകരം മക്കളോടാണെങ്കിൽ വളരെ കുഞ്ഞുമനെ ഒന്ന് നീ നിൽക്കട്ടെ, നമ്മളെ കുട്ടി തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ പാരുഷ്യമുള്ള പെരുമാറ്റങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ തന്നെ വളരെ മനോഹരമാണ് പരസ്പര സമ്പർക്കങ്ങളെന്ന് നമുക്ക് മനസ്സിലാൻ പറ്റും. ഒരു ഭയം ഇല്ലാതെ നമ്മുടെ മക്കൾക്കൊക്കെ പെരുമാറാൻ കഴിയും. അതെ, മക്കളിലേക്ക് എത്തിച്ചു വെച്ചാൽ ഇതിങ്ങനെ എല്ലാത്തിലേക്കും കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സാരല്ല, കുഴപ്പമില്ല, മോനും ആകെ ബേജാറായിട്ട് മെച്ചി ഞാൻ മറന്നുപോയി മെച്ചി, അപ്പോൾ എൻ്റെ മറവി തലക്ക് ഞാൻ ഒന്ന് തരും എന്ന് പറയുന്ന പോലെ, സാരല്ല കുഞ്ഞോനെ മറന്നല്ലേ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന സന്തോഷം, നമ്മളോടൊരാൾ സാരല്ല എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു സന്തോഷം. തീർച്ചയായിട്ടും. നമ്മളൊക്കെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളാണ്. നമ്മളെ അടുത്തൊരു അബദ്ധം വന്നാൽ ഇതുപോലെ എല്ലായിടത്തും താങ്കൾ പറഞ്ഞതുപോലെ വരും. നമ്മുടെ മുതിർന്ന ആളുകളെ നമ്മോട് ഇത്തരം അബദ്ധത്തോട് നമ്മളോട് ഇത്തരം മാന്യമായിട്ട് നമ്മളോട് സംസാരിച്ചാൽ നമുക്ക് എത്ര സമാധാനം ഉണ്ടാവും. അതെ.
പിന്നെ അത് കുഴപ്പമില്ല, അതാണ് ശരിയാക്കിയാൽ മതി. ആ. അഥവാ നമുക്ക് റിസൾട്ട് എന്താ വേണ്ടത്? എല്ലാവർക്കും വേണ്ടത് റിസൾട്ട് വേണ്ടത് എന്താണ്? പോസിറ്റീവായിട്ടാണ്. യെസ്. അഥവാ കണ്ടക്ടർക്ക് ടിക്കറ്റാണ് എടുക്കേണ്ടത്, അല്ലേ? വീട്ടിൽ ഗ്ലാസ് പൊട്ടിച്ച കുട്ടി പൊട്ടിയത് പൊട്ടി, ഇനി പൊട്ടിക്കാതിരിക്കുകയാണ് വേണ്ടത്. ഭർത്താവ് ഒരു അബദ്ധം കാണിച്ചാൽ അത് ഇനി എല്ലാവർക്കും അതാണ്. അതിന് ഏറ്റവും ആപ്റ്റായ പ്രതികരണം എന്താണ്? അതാണ് ചിന്തിക്കേണ്ടത്. അവിടെ ഞാൻ ശബ്ദമുയർത്തലാണോ എപ്പോഴും ചെയ്യേണ്ടത്? എപ്പോഴും അത് ശരിയാവില്ല. ചില സ്ഥലങ്ങളിൽ മക്കളോടൊക്കെ പെരുമാറുമ്പോൾ പറയേണ്ടി വരും. മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥനോടും പറയേണ്ടി വരും. പക്ഷെ അതെപ്പോഴും പോസിബിൾ ആണ്. അതല്ലെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരി. അപ്പോൾ നമ്മൾ റിസൾട്ട് നന്നാക്കാൻ വേണ്ടി ഏറ്റവും ഹൈറായത് എന്താണ്? നേരത്തെ പറഞ്ഞ ഒരു സാരില്ല എന്ന് പറഞ്ഞാൽ അവിടെ റിസൾട്ട് എന്ത് ചെയ്യും? നമ്മൾ ഗ്ലാസ് പൊട്ടിച്ച് വന്ന കുട്ടീനോട് ചീത്ത പറഞ്ഞാൽ ഗ്ലാസ് നേരായിട്ട് പിന്നെ യാന്ത്രികമായിട്ട് വരില്ല. അവൻ്റെ കീശയിൽ നിർത്തിയൊരു ഗ്ലാസ് അവിടെ കൊണ്ടുവെക്കൂല. മറിച്ച് ആ കുട്ടി വല്ലാതെ പ്രയാസപ്പെടും. അതെ, പെരുമാറ്റത്തിൻ്റെ വലിയൊരു കാര്യമാണ് ഈ പെരുമാറ്റ ദൂഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ചില ആൾക്കാരെ ബിസിനസ് എന്തുകൊണ്ടാണ് തകരുന്നത്? അവരുടെ പെരുമാറ്റ ദൂഷ്യാണ്. എന്തുകൊണ്ടാണ് അവിടേക്ക് ആൾ പോവാത്തത്? അയാളവിടെ ചെല്ലുമ്പോൾ തന്നെ അയാളുടെ ഒരു കാശ് കൊടുക്കുമ്പോൾ ഒരു ചിരി മുഖത്തേക്ക് നോക്കില്ല, മുഖത്തേക്ക് നോക്കാതെ പോലും കാശ് വാങ്ങുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സാധനം എടുത്തു കൊടുക്കുമ്പോഴേ, അങ്ങനെ ഒരുപാട് സ്ഥലം നമുക്ക് അനുഭവമുണ്ട്. ഇപ്പം ഞാൻ പിന്നെ സ്കൂളിൽ നിന്ന് ഈ വെള്ളിയാഴ്ച ജുമക്ക് പോകുന്ന സമയത്ത് ഒരു ബസ് ഞാൻ എപ്പോഴും ആ ബസ്സിലൊന്ന് കയറണം. കാരണം ആ ബസ്സിൽ ഉള്ള കണ്ടക്ടർ പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ചിരിച്ച് സന്തോഷത്തോടു കൂടി ഇങ്ങനെ അയാൾ ആളുകളോട് ഇങ്ങനെ ആ പെരുമാറണം ഇങ്ങനെ കാണുമ്പോൾ ഓരോരുത്തരോടും ഇങ്ങനെ എന്തൊക്കെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട്, അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു കണ്ടക്ടർ കാണേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ അയാൾക്ക് എപ്പോഴും എല്ലാവരും കൊടുക്കുന്നത് ഈ എല്ലാ ബസ്സിലും കൊടുക്കുന്ന പൈസ തന്നെയാണ്. പക്ഷേ എന്തോ രസമാണ് അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹം പറയുന്നത്. അതേപോലെ അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ആ ബസ്സിലൊന്ന് കയറാം, ആ കണ്ടക്ടർ ഒന്ന് സംസാരം ഒന്ന് കേൾക്കാമല്ലോ. കാരണം നമ്മൾക്ക് പെരുമാറ്റം ഈ പറഞ്ഞ രൂപത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതൊന്ന് അങ്ങനെ ഒരു 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 ഇടപഴക്കം നമ്മളോട് പോലും ആണ്ട, വേറെല്ലോട് പോലും കണ്ടാൽ മതി നമുക്ക്, എന്നാൽ തന്നെ ഒരു സന്തോഷമാണ്. തീർച്ചയായിട്ടും. നിങ്ങളത് പറഞ്ഞപ്പോഴേ കടയുടെ വിഷയമൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് രാത്രി സമയത്ത് കടയിലേക്ക് വരുന്നത് കടക്കാരന് ഇഷ്ടമല്ല. നമ്മൾ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്ത് നിന്ന് വൈകി വീട്ടിലെത്തി ആ സമയത്തായിരിക്കും സ്വാഭാവികമായിട്ട് അവർ മറന്നിട്ടുണ്ടാവും വാട്സാപ്പിൽ മെസ്സേജ് വരിക. അപ്പോൾ നാളെ രാവിലെ ഭക്ഷണത്തിന് ഇന്ന സാധനം ഇല്ല എന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ട് അവിടുന്ന് പറഞ്ഞാൽ കട തുറന്നിട്ടുണ്ടാവും. നാളെ സുബിക്ക് ശേഷം എവിടെ വെച്ചാൽ പോയിട്ട് ഞാൻ മേടിച്ചു തരാം. നമ്മളെ കടയ്ക്ക് ഫോണില്ല. അഥവാ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് എന്താണ്, വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോകണം. എല്ലായിടത്തും ഉണ്ടാവും അത്. ഉമ്മയെ സഹിക്കുന്ന, ഭാര്യയെ സഹിക്കുന്ന, ഭർത്താവിനെ സഹിക്കുന്ന, മേലുദ്യോഗസ്ഥനെ സഹിക്കുന്ന, ജോലിക്കാരനെ സഹിക്കുന്ന, എല്ലായിടത്തും ഉണ്ടാവും. എന്ത് സ്വഭാവ ദൂഷ്യം ഉണ്ടെങ്കിൽ സഹിച്ചു പോവുക, വേറെ മാർഗം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരു സാരില്ല എന്ന് പ്രവാചകൻ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ആ പാത്രം തട്ടിട്ടപ്പോൾ പെരുമാറിയല്ലോ. അതുപോലുള്ള സംസാരം നമുക്കുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മൂത്രമൊഴിച്ച് പള്ളിയിൽ വന്ന ഒരു അറാബിയോട് എല്ലാവരും ഇങ്ങനെ കയറ് പൊട്ടിച്ച് മതമളകി നിൽക്കുന്നവരെ പോലെ ആയപ്പോഴും പ്രവാചകൻ പറഞ്ഞു, ഇത് പള്ളിയാണ് കേട്ടോ, ഇവിടെ മൂത്രിക്കാൻ പാടില്ല കേട്ടോ, ഇത് നിസ്കരിക്കണ സ്ഥലമാണ് കേട്ടോ. അങ്ങനെ പറയാൻ റഹ്മാൻ അറബ് നമുക്ക് ഏവർക്കും പറയുന്നതും കേൾക്കുന്നതിലപ്പുറം പ്രാവർത്തികമാക്കാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.